കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടും കൂടിയാണ്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK കൂടിയാണ്. ഇതിന് താഴെയാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. മേലെ 1 ബെഡ്റൂമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ എലവേഷൻ ഒന്ന് കാണാം. നാല് മീറ്റർ വീതിയുള്ള റോഡാണ് ഇതിന് ഇൻറ്റേർണലായിട്ട് കൊടുത്തിട്ടുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് തന്നെ അനുബന്ധിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗേറ്റ് വരാനുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വരാനുണ്ട്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. വലിയൊരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. അതിന് തൊട്ട് മുന്നിലായിട്ടും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ. ഇനി നമ്മൾ ഈസ്റ്റ് സൈഡിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിലേക്കാണ് വീടിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നതും നോർത്തിൽ തന്നെയാണ്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇവിടെ വെല്ല് വന്നിട്ടുള്ളത്. വലിയ കിണറാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സൗത്ത് ഈസ്റ്റ് കോർണറിലേക്കാണ് വരുന്നത്. ഈ ഭാഗമാണ്. ധാരാളം സ്പേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ്. കൈവീശി നടക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള പോർട്ടായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. പൂർണ്ണമായിട്ടും ടൈലിൽ തന്നെയാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ചെയർസ് ഇടാവുന്നതാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അതും നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വലിപ്പമുള്ള കട്ടില തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് വന്നിരിക്കുന്നത് ആഞ്ഞിലിയാണ്. ഡോറ് വന്നിരിക്കുന്നത് മഹാഗണിയുമാണ്. നമ്മളിപ്പോൾ ലിവിങ്ങിലാണ് വന്നുള്ളത്. ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. അതിനൊരു സെപ്പറേഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നു. അതിവിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. 6 ചെയറോ 8 ചെയറോ ഈസി ആയിട്ട് ഇട്ടാലും നമുക്ക് പാസ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെയായിട്ടാണ് കൗണ്ടർ വന്നുള്ളത്. അപ്പം അതും ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് തന്നെ വരാം. കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ പാറ്റേൺ മാറ്റ് 4x2 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അതായത് നാനോ വൈറ്റ് ആണ് എന്നുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും കൈയെത്തുന്ന ദൂരത്ത് തന്നെയായിട്ടാണ് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇവിടെയായിട്ടാണ് ഇതിന് സിങ്കിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. സിങ്ക് വെക്കാനുണ്ട്. 2 ടാപ്പ് വരാനുമുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഇവിടെയായിട്ട് ഫുഡും ഹോബും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം വരുന്നത് ഈസ്റ്റിലേക്കാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ സ്പേസ് മൊത്തം കണ്ടതാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കയറുന്ന ഭാഗത്തു നിന്ന് മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മിററാണ് ഇനി വരാനുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് വന്നുള്ളത്. അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും ഇനി മിററും ലൈറ്റും കൂടി വരാനുള്ളൂ. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. PVC ഡോറാണ് വന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ കബോർഡുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്.
സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയിലുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ മേലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. അത് കൊടുത്തിരിക്കുന്നത് ടൈലിൽ തന്നെയാണ്. പിന്നെ സ്റ്റെയറിനടിയിൽ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇതിനകത്താണ് ഇൻവെർട്ടറും മറ്റുമൊക്കെ വരാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ മേലേക്ക് കയറാം. ഈസ്റ്റ് സൈഡിൽ പെർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇതിനെ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടോ വർക്ക് സ്പേസോ ആയിട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്ക് ഇവിടെയും വന്നിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. പതിനാല് അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നേരെ ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഡയവെർട്ടർ വരുന്നുണ്ട്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഒന്ന് കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയും പിന്നെ ഒന്ന് ഓപ്പൺ ബാൽക്കണിയും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ഡിസൈനിലുള്ള ടൈലാണ്. അപ്പോൾ ഇവിടെ വെള്ളം വീഴുന്നതുകൊണ്ട് തെന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മാറ്റ് ടൈല് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി വരാനുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും കൂടി നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും മേലേക്ക് കയറാനായിട്ട് ലാഡറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇതിൻ്റെ മേലെയാണ് വാട്ടർ ടാങ്കും മറ്റുമൊക്കെ വന്നുള്ളത്. ഇങ്ങനെ കറങ്ങി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാവുന്നതാണ്. മൊത്തത്തിലൊന്ന് സർക്കിൾ ചെയ്ത് കറങ്ങി വരാനുള്ളൊരു സ്പേസ് നമുക്ക് മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വാട്ടർ പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിലുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമിൻ്റെ വീടാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 1 ബെഡ്റൂമാണ് കൊടുത്തുള്ളത്. നല്ല വലുപ്പമുള്ള കിണർ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റും നടക്കാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 55 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.